ദേ ഞാനിരിക്കുന്നത് എവിടെയെന്ന് നോക്കിയേ, മേൽക്കൂര ഇല്ലാത്ത ഒരു കാറിനകത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ചെറിയൊരു യാത്ര പോവുകയാണ് കേട്ടോ, വളരെ ചെറിയൊരു യാത്ര. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്നൊരു യാത്രയാണ് കേട്ടോ. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. ആദ്യമായിട്ടല്ലേ ഇതുപോലൊരു കാർ കയറുന്നത്, അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള കാറുകൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്നത് കാബ്രിയോ അല്ലെങ്കിൽ കാബ്രിയോലെ എന്നൊക്കെയാണ് കേട്ടോ, കൺവേർട്ടബിൾ ആയിട്ടുള്ള കാറുകൾ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം വന്നപ്പോൾ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല കേട്ടോ, വളരെ പതുക്കെയാണ് വന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് പേടി തോന്നുന്നുണ്ട്, ഞാനിതിനകത്തുനിന്ന് പറന്നു പോകുമോ എന്നുള്ള ഒരു പേടിയെ. പറന്നു പോകത്തൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണേ. എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട്, പിന്നെ എങ്ങനെയാണ് പറന്നു പോകുന്നത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇതുപോലൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു കാറിൽ യാത്ര ചെയ്യാൻ ശരിക്കും നല്ല രസമുണ്ട്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ, അതുപോലെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. കാരണം വളരെ പഴക്കം ചെന്നൊരു മോഡലാണ് മെഴ്സിഡസ് ബെൻസിൻ്റെ. വളരെ നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു കാർ തന്നെയാണ് കേട്ടോ. അതിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ്, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസും കൂടിയായി എൻ്റെ ജീവിതത്തിൽ. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ പിന്നും കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വീഡിയോ എടുത്ത് കാണാമല്ലോ എന്ന് കരുതി അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചു. എന്ത് മനോഹരമായ പൂക്കളല്ലേ. ഇതിവിടുത്തെ ഒരു സമ്മർ ഗാർഡനിലെ കാഴ്ചയാണ് കേട്ടോ. കണ്ടില്ലേ എന്ത് മനോഹരമായ ഗാർഡനെന്ന്. മുന്തിരിയും ആപ്പിളും കുറേ ഫ്രൂട്ട്സ് മാത്രമല്ല ചെടികളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഗാർഡൻ. ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്, ടൊമാറ്റോ അതുപോലുള്ള പംകിന്, അങ്ങനെ ചെറിയ ചെറിയ കൃഷികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.